എല്ലാ വഴികളും എന്റെ മുൻപിൽ ശത്രു ബന്ധിച്ചു മുദ്ര വച്ച എല്ലാ വഴികളും എന്റെ മുൻപിൽ ശത്രു ബന്ധിച്ചു മുദ്ര വച്ച സ്വർഗ കവാടം തുറക്കുമെനിക്കായി സൈന്യം വരും നിശ്ചയം. മനുഷ്യന്റെ യഥാർത്ഥമായ ജ്ഞാനം ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? ജ്ഞാനത്തിന്റെ സ്രോതസ് എന്താണ്? ഇന്ന് പ്രഭാത വിചാരം ചിന്തിക്കുന്നത് ഈ വിഷയത്തിലാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം. ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥാ, വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥാ, ഇന്നും കരുതൽ വഹിച്ചവനേ, ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ രാജാവ് എഴുതിയ ഏറ്റവും ബൃഹത്തായ ഗ്രന്ഥമാണ് സദൃശ്യവാക്യങ്ങൾ. സദൃശ്യവാക്യങ്ങളിൽ നാം കണ്ടെത്തുന്ന ബഹുഭൂരിഭാഗവും ശലോമോൻ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ചരിത്രം പരിശോധിക്കുമ്പോൾ BC 970 930 ഇടയ്ക്കാണ് ജ്ഞാനികളിൽ ജ്ഞാനിയായ, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ജ്ഞാനിയായ ശലോമോൻ രാജ്യഭരണം നിർവഹിച്ചിരുന്നത്. ശലോമോന്റെ ഭരണകാലം ചരിത്രത്തിൽ സുവർണ ലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സദൃശ്യവാക്യങ്ങൾ 1-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ ജ്ഞാനത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് വളരെ വ്യക്തമായി യഥാർത്ഥ ജ്ഞാനിയായ ശലോമോൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. തന്റെ ജീവിതത്തിൽ ഉടനീളം മഹാജ്ഞാനിയായ ശലോമോൻ തിരിച്ചറിഞ്ഞ ഏറ്റവും വലിയ സത്യമാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. യഹോവ ഭക്തിയിലൂടെ മാത്രമേ യഥാർത്ഥമായ ജ്ഞാനം ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ശലോമോന്റെ പക്ഷം. ദൈവത്തോടുള്ള ഭക്തിയെ ദൈവത്തോടുള്ള ഭയവുമായി വളരെ അടുത്ത് ബന്ധപ്പെടുത്തുന്നുണ്ട് ശലോമോൻ. തന്റെ ജീവിതത്തിൽ മർമ്മ പ്രധാനമായ ഒരു തിരിച്ചറിവിലേക്ക് ജ്ഞാനിയായ ശലോമോൻ എത്തിച്ചേർന്നതിന്റെ പ്രതിഫലനമാണ് ഈ വാക്യത്തിലൂടെ നാം മനസ്സിലാക്കുന്നത്. ദൈവത്തോട് ആദരവോടുകൂടിയുള്ള ഭയം കൂടാതെ, ഭക്തി കൂടാതെ ആർക്കും ജ്ഞാനം സമ്പാദിപ്പാൻ കഴിയുകയില്ല എന്നാണ് ശലോമോൻ പറയുന്നത്. വേദപുസ്തകത്തിന്റെ മറ്റ് ഭാഗങ്ങൾ നാം പരിശോധിക്കുമ്പോൾ ഇതിന്റെ വ്യത്യസ്തമായ മാനങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 20-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ അബിമലേക്കുമായുള്ള അബ്രഹാമിന്റെ അഭിമുഖത്തിന്റെ ഇടയിൽ അബിമലേക്കിന്റെ ചോദ്യത്തിന് ഉത്തരമായി അബ്രഹാം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. താൻ കടന്നു വന്നിരിക്കുന്ന ദേശത്ത് ദൈവഭയമില്ല, അതുകൊണ്ട് ഞാൻ എന്റെ ഭാര്യയായിരിക്കുന്ന സാറായിയെ ഭയപ്പെടുന്നു. അവളെ മറ്റുള്ളവർ ആക്രമിക്കാനും അധിക്ഷേപിക്കാനും
സാധ്യതയുണ്ട്. ദൈവഭയമില്ലാത്തിടത്ത്, ദൈവത്തോടുള്ള ഭക്തി നിലനിൽക്കാത്തിടത്ത് അക്രമവും അധിക്ഷേപവും ഉണ്ടാകുമെന്ന് അബ്രാഹാം ഭയപ്പെട്ടിട്ട് തന്റെ ഭാര്യയെ തന്റെ സഹോദരി ആയിട്ടാണ് അബിമലേക്കിന്റെ മുമ്പിൽ അബ്രാഹാം പരിചയപ്പെടുത്തുന്നത് തന്നെ. ഇയ്യോബിന്റെ പുസ്തകം 28-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ ജ്ഞാനത്തെക്കുറിച്ച് വളരെ വ്യക്തമായി കഷ്ടതകളുടെ ദാസനായിരിക്കുന്ന ഇയ്യോബ് പറയുന്നുണ്ട്. കർത്താവിനോടുള്ള ഭക്തി തന്നെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. എന്നിട്ട് ഇയ്യോബ് പറയുകയാണ്, ദോഷം അകന്ന് നടക്കുന്നത് തന്നെയാണ് വിവേകം എന്ന് പറയുന്നത്. ഒരു മനുഷ്യന് ജ്ഞാനവും വിവേകവും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇയ്യോബ് തന്റെ ജീവിതത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞ സത്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുകയാണ്. 34-ാമത്തെ സങ്കീർത്തനത്തിന്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ വളരെ വ്യക്തമായി അവിടെ പറയുന്നു, മക്കളെ, നിങ്ങൾ വന്ന് എനിക്ക് ചെവി തരുവിൻ. സാക്ഷാൽ യഹോവയോടുള്ള ഭക്തിയെ ഞാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ് ഇച്ഛിക്കുകയും ചെയ്യുന്നവനാര്? സങ്കീർത്തനക്കാരൻ ചോദിക്കുകയാണ്. യഹോവയോടുള്ള ഭക്തിയാണ് സകലത്തിനും അടിസ്ഥാനമായി മാനദണ്ഡമായി നിലകൊള്ളുന്നത്. 111-ാമത്തെ സങ്കീർത്തനത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ വീണ്ടും സങ്കീർത്തനക്കാരൻ തറപ്പിച്ച് പറയുന്നു, ദൈവത്തിന്റെ നാമം എന്ന് പറയുന്നത് വിശുദ്ധവും ഭയങ്കരവുമാകുന്നു. അതിനോട് ചേർന്ന് നിൽക്കുന്നവൻ വിശുദ്ധിയിലും ദൈവഭക്തിയിലും നിലനിൽക്കേണ്ടവനാണ്. 130-ാമത്തെ സങ്കീർത്തനത്തിന്റെ 3-4 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ വീണ്ടും സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവേ, നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനമുണ്ട്. ദൈവത്തെ ഭയപ്പെടുന്നതിലൂടെ ജ്ഞാനം സമ്പാദിക്കുക മാത്രമല്ല, ശാശ്വതമായ വിമോചനവും സങ്കീർത്തനക്കാരൻ കണ്ടെത്തുകയാണ്. എത്ര മനോഹരമായ അവതരണ ശൈലിയാണ് അവിടെ നാം കാണുന്നത്. എത്ര വലിയ സത്യങ്ങളെയാണ് സങ്കീർത്തനക്കാരൻ നമുക്ക് ഉപദേശിച്ച് തരുന്നത്. ആധുനിക കാലത്ത് സമൂഹത്തിലേക്ക് കണ്ണോടിച്ചാൽ ഭയവും ഭക്തിയുമില്ലാത്ത അനേകം പണ്ഡിതന്മാരായിരിക്കുന്ന ആളുകളെ നമുക്ക് വേർതിരിച്ച് കാണാൻ സാധിക്കും. അവർ പലരും ബുദ്ധിമാന്മാരും വിവേകശാലികളും പാണ്ഡിത്യമുള്ളവരുമാണെന്ന് നമുക്കറിയാം. ആധ്യാത്മിക മണ്ഡലങ്ങളിലാകട്ടെ പലരും വേദ പരിജ്ഞാനം നേടിയിട്ടുള്ളവരാണ്. എന്നാൽ ഇവരുടെ കൂട്ടത്തിൽ യഥാർത്ഥ ജ്ഞാനികൾ ഇല്ലാതെ പോകുന്നത് നമ്മെ ഏറെ അമ്പരിപ്പിക്കുന്നുണ്ട്. ലോകത്തെക്കുറിച്ചുള്ള അറിവും ലോകത്തിലുള്ള അറിവും മാത്രം പോരാ. യഥാർത്ഥമായ ജ്ഞാനം എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചും ദൈവഭക്തിയെക്കുറിച്ചുമുള്ള ശരിയായ ധാരണയാണ്. അത് ആർജിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് യഥാർത്ഥമായ ആത്മീയതയിലേക്ക് കടന്നു വരാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുക. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം നാം ആദിയോടന്തം വായിച്ചാൽ 14 പ്രാവശ്യമാണ് യഹോവ ഭക്തി എന്ന വാക്ക് ശലോമോൻ ഉപയോഗിച്ചിരിക്കുന്നത്. അത്രമാത്രം പ്രാധാന്യം യഹോവ ഭക്തിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരർത്ഥത്തിൽ സദൃശ്യവാക്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയവും ദൈവഭക്തി തന്നെയാണ്. കർത്താവിൽ സ്നേഹമുള്ളവരെ, ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന്റെ വഴികളിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തി അനുഗ്രഹങ്ങളും ആശ്വാസവും പ്രാപിപ്പാൻ സർവശക്തനായ ദൈവം എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ദൈവകൃപയും നിറഞ്ഞു നിൽക്കുന്ന ശോഭനമായ ഒരു ദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. നീ എന്റെ മകനല്ലേ, നീ എന്റെ മകളല്ലേ.